നിൽക്കാനുള്ള ജോലിക്കാണ് പോരുന്നത്. ആ ജോലി കഴിഞ്ഞിട്ട് അമ്മ പാലക്കാടോട്ട് വരുന്നത്. അത് അമ്മച്ചി ഞാനും പാലക്കാടോട്ട് വരെയാണ്. പിന്നെ അമ്മച്ചി എനിക്കൊന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞു. അത് ശരി വാ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഒരു അരമണിക്കൂറോളം ഇരുന്നെന്ന് പറഞ്ഞു സ്റ്റേഷനിൽ. അന്നേരം സന്തോഷ് വന്നു. അപ്പോൾ സന്തോഷ് വന്നപ്പോൾ ചോദിച്ചു സന്തോഷിൻ്റെ അടുത്ത് എവിടെ പോകുന്ന ചോദിച്ചപ്പോൾ പറഞ്ഞ് ഡൽഹിയിൽ ഒരു ജോലി തിരക്കി പോവുകയാണ്. അപ്പം ഞങ്ങളെ വീട്ടിൽ ഈ ഓട്ടോ കത്തിയ കാര്യമോ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടൊരു അനാശാസ്യത്തിന് പിടിച്ചു എന്ന് പത്രത്തിൽ വന്ന കാര്യമൊന്നും എൻ്റെ അമ്മ അറിയുന്നില്ല. അവിടെ വന്നൊരു മിസ്റ്റേക്കാണ് എൻ്റെ ജീവിതം ഇത്രയും നശിപ്പിക്കാൻ തന്നെ കാരണം. ആ ഒരൊറ്റ ഒരു വാക്കിൽ അല്ലെങ്കിൽ സന്തോഷം അത് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എങ്കിൽ സാദിയുടെ വീട്ടിൽ പറഞ്ഞിരുന്നു ഒരു സ്ത്രീയും കയറ്റില്ല മാഡം. എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനൊരു സംഭവത്തിന് ഞാൻ വഴിവെച്ച് കൊടുക്കത്തില്ല. സന്തോഷം എൻ്റെ വീട്ടിൽ വരാനോ ചായ കുടിക്കാനോ ഒന്നും ഞാൻ വഴിവെച്ച് കൊടുത്തില്ല. അപ്പം പറയുന്ന എൻ്റെ ചായ കുടി ഇതുകൊണ്ടൊക്കെ എൻ്റെ വീട്ടിൽ തിരക്കി വന്നു. സതി ആടിനെ കൊടുക്കാനുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാവരും ആടും കോഴിയും കുഞ്ഞുങ്ങളും എൻ്റെ ഫാദറും എന്നോടൊപ്പമാണ്. അപ്പോൾ എല്ലാം കൂടെ നോക്കുന്ന ബുദ്ധിമുട്ട് കാരണം എൻ്റെ കുറച്ച് എണ്ണത്തിനെ നിർത്തിയിട്ട് ഇവർക്ക് ഒരാടും 3 കുട്ടിയെ 11,800 രൂപയ്ക്ക് ഞാൻ കൊടുത്തു. 2 മാസം അവനോടെ ജീവിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ജീവിച്ചു എന്നുണ്ടെങ്കിൽ തുടർന്ന് ഞാൻ സന്തോഷിൻ്റെ കൂടെ മാത്രമേ ജീവിക്കുന്നുള്ളൂ. സന്തോഷം തീർച്ചയായിട്ടും എനിക്കൊരു ജീവിതം തരണം. എനിക്ക് സന്തോഷം 15 ദിവസത്തിനുള്ളിൽ എൻ്റെ 15 ദിവസം ഈ എപ്പിസോഡ് പൂർത്തിയാവും. പുറത്ത് നിന്ന് തന്നെ സന്തോഷം വന്നിട്ട് എന്നെ അടിക്കാൻ വന്നിട്ട് നിന്റെ മോളെ ഞാൻ സ്വീകരിക്കാൻ തോന്നുന്നുണ്ടോടി, നീ കൊണ്ടുകിടന്ന് പൂട്ടിക്കൊടുക്കുമല്ലോ. ഇപ്പം പുറത്തുനിന്ന് സന്തോഷം എന്നോട് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. തീർത്താണ് ഈ പെണ്ണ്. ഇങ്ങനെ വരുത്തി തീർത്തിപ്പോ ഏതവസ്ഥയിലെത്തി അത് പറ. സത്യാവസ്ഥ അറിയാനാണ് നിങ്ങൾ സത്യാവസ്ഥ പറ. സന്തോഷം പറ. അത് പറയാനല്ലേ സന്തോഷം അവസരം തന്നിരിക്കുന്നത്. എന്താ സത്യാവസ്ഥ? സന്തോഷം ആ വീട്ടിൽ പോകാറില്ലേ? ഒരു വീട്ടിൽ പോയെന്ന് വേറെ രീതിക്കാണ് ഉണ്ടാവില്ല. ഒരു വീട്ടിൽ പോകാവുന്ന ഒരു സമയം സന്ദർഭം ഉണ്ട്. അതിനപ്പുറത്തോട്ട് സന്തോഷം പോകാറുണ്ടോ? ഇവള് ഞാൻ അങ്ങനെ എനിക്ക് പറയാൻ ഇവൾ ആരോടെല്ലാം സഹകരിക്കുന്നുണ്ട്. ഇവൾക്ക് വരുന്ന കോളുകൾ വേറെ ആണുങ്ങളെ വിളിക്കുന്നത്. കോൾ നമ്പർ ഡിലീറ്റ് കളയുന്നുണ്ട്. അതാരും വിളിച്ച് തന്നെ ഡിലീറ്റ് കളയുന്നത്. ഒരു 20 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പിന്നെ അവക്ക് പിന്നെ സിവിൽ എഞ്ചിനീയറിന്റെ ആലോചന വന്നിരിക്കുന്നു, എനിക്ക് ഇങ്ങനെ നടന്നാൽ പറ്റത്തില്ല, എനിക്ക് കല്യാണം കഴിക്കണം. പിന്നെ അതൊക്കെ ഇവരുമായിട്ടുള്ള പ്രശ്നത്തിന് പിന്നെ പറഞ്ഞല്ലേ? 20 ദിവസം ഞാൻ പറഞ്ഞു 20 ദിവസത്തിന് മുൻപ് പറഞ്ഞത് ഈ സ്ത്രീയുടെ പ്രശ്നത്തിന് ശേഷം. പിന്നെ അവരുടെ ഭാര്യ ഇതേപോലെ വണ്ടി ആക്സിഡന്റിലാണ് മരിച്ചുപോയി. അവരുടെ ആങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. വീട്ടിൽ വന്ന് ആലോചിച്ച് വന്നിട്ട് പൊല്ലൂർ പോയി ജോയിന്റ് പെറ്റീഷൻ മൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിളിച്ചു വരുത്തി ഒക്കെ ചെയ്യുന്നതാ. ഞാൻ പറഞ്ഞെങ്കിൽ നിന്റെ ഇഷ്ടം എന്ന് വെച്ചാൽ നീ ചെയ്യുന്ന അങ്ങനെയാണ് എന്നെ കൊണ്ട് കഴിഞ്ഞ മാസം വിളിച്ചു വരുത്തി. എന്നിട്ട് അപ്പോഴും ഫോൺ വിളി. ഞാൻ അങ്ങനെ അടുക്കളോട് ചെന്നിട്ട് ആ ഫോൺ എടുത്ത് നമ്പർ നോക്കിയപ്പോഴത്തേന് അന്നേരം വിളിച്ച കോളില്ല. അറിയാമോ? അരമണിക്കൂർ മുമ്പ് വിളിച്ച കോളേ ഉള്ളൂ. അതിനകത്ത് അന്നേരം വിളിച്ച കോൾ എന്ത് എവിടെ പോയി കോള്? അവിടെ സൈഡ് സംസാരിച്ചു. എനിക്കിപ്പോ വിഷയമല്ല. അവൾ ആരെ വിളിച്ചെന്ന് പറഞ്ഞാൽ അവൾ അവിടെ പോകുന്ന എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിഷയമല്ലത്. സന്തോഷത്തിന് താല്പര്യമില്ലെങ്കിൽ ഇപ്പൊ അവര് എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് വ്യവസ്ഥകൾ എന്നുള്ളത് പാനലിൽ അറിയിക്കാം. പുള്ളി എന്നെ കൊണ്ട് ഒരുപാട് കുടുംബശ്രീയിൽ നിന്നും ആടിൻ്റെതായിട്ടുള്ള ഒരുപാട് ലോണും കാര്യങ്ങളും മാത്രം തന്നെ ഒരു മാസം 4000 പുറത്ത് രൂപ അടയ്ക്കാനുണ്ട്. അതല്ലാതെ വാങ്ങിച്ച കടങ്ങളുണ്ട്. ഇപ്പൊ ഇവിടുന്ന് റോളിംഗ് ആറേന്ന് എടുത്തിട്ട് ഡൽഹിയിൽ നിന്നാന്നും പറഞ്ഞ് എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരാൾ കടം മേടിച്ച അതല്ല കഥ പറയല്ലോ ഒരാൾ വിളിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ അണ്ണാച്ചിടയിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തോണ്ടേ എൻ്റെ അടുത്ത് ഞാൻ 5000 രൂപ അവളുടെ കയ്യിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്, അണ്ണാച്ചി അത് മേടിച്ചോന്ന്. ഒരു 10 പൈസ പോലും തരാതെ ആ പുള്ളിയോട് പറഞ്ഞ വാക്കാണ് മേടിച്ചോളെ. ആ പുള്ളി എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തോ മറുപടിയാണ് എല്ലാം എന്റെ പേരിലാണ്. 3 സെന്റ് വസ്തു പുള്ളിയുടെതാ. അതിനകത്ത് വീട് വെച്ചേക്കുന്നത് പൈസ നമ്മുടെ പൈസയാ. ആ വീടും വസ്തു കുഞ്ഞിന്റെ നിങ്ങളുടെ പേരിലേക്ക് മാറ്റുക എന്നുള്ളത് ഈ വ്യവസ്ഥയിലാണ് ഇപ്പം അവര് നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് പിരിയാൻ തയ്യാറാകുന്നത്. ഇനി സന്തോഷിന്റെ ലോൺ എടുത്ത പൈസ ഒന്നും എന്റെ തന്നില്ല. ആടിനെ അവള് തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ ആടിനെ വാങ്ങി കൊടുക്കുകയാണ് ചെയ്തത്. അത് വിറ്റ് പൈസ ഞാൻ അവിടെ കൊടുത്താണ്. 3000 രൂപ ഞാൻ എടുത്തിട്ടുണ്ട്. നീ ചെയ്യും. ഞാൻ എനിക്ക് പറയാനുള്ളതാ, ഞാൻ വിറ്റ് പൈസ അവിടെ കൊടുത്തു. 3000 രൂപ ഞാൻ വാങ്ങി. 6000 രൂപ ഞാൻ ലോൺ അടച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 3000 രൂപ ഞാൻ വാങ്ങിയത്. 6000 രൂപ അടച്ചപ്പോൾ 3000 രൂപ വാങ്ങി. ബാക്കിയുള്ള ലോണൊന്നും എനിക്കറിയില്ല. എല്ലാം അവരുടെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകാനായാലും അവള് എനിക്കറിയത്തില്ല. ഞാനതിനൊന്നും പങ്കല്ല. ഞാൻ ആടിനെ വാങ്ങാനുള്ള ലോണും കൂടെ നിന്നപ്പോ ഞാൻ മാത്രം എടുത്തത്. ആടിനെ വാങ്ങി ഈ പ്രശ്നം ആയപ്പോ ആടിനെ വിറ്റു. എത്ര രൂപ ലോൺ എടുത്ത്? അത് എത്ര ഇവളാണ് പോകുന്നൊന്നും എന്റെ അടുത്ത് പറയുന്നത്. 25,000 ലോൺ എടുത്ത് അതുപോലെ പുള്ളിയുടെ ഇല്ല 1 രൂപ മേഡം എന്റെ പൈസ തന്നിട്ടില്ല. പൈസ എല്ലാം അവിടെ തന്നെയാണ് വെക്കുന്നത്. വെച്ചിട്ട് ഇത്ര രൂപ കിട്ടി. ഓക്കെ ഞാൻ ചോദിക്കാൻ പോലും പോയില്ല. ആടിനെ മേടിക്കാൻ പൈസ തന്നു. ആടിനെ വിറ്റ് പൈസ അവരെന്ത് ചെയ്തു? ആടിനെ മേടിച്ചു മാഡം. ഒരു 12,000 രൂപയ്ക്ക് ആടിനെ മേടിച്ചു. ഒരു 5,000 രൂപയ്ക്ക് കുട്ടിയായിട്ട് മേടിച്ചു.
അത് 2 ആട് ചത്തുപോയി. ബാക്കി ആടിനെ വിഷയമായപ്പോൾ ആടിനെ കൊടുത്തു. ആടിനെ കൊടുത്തിട്ട് പിന്നെ ഈ കൊടുത്ത പൈസ അതേപോലെ തന്നെ അവിടെ കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇതിന് മുമ്പ് അപ്പോൾ ഇത്രയും മാസം വളർത്തിയപ്പോൾ ആടിന് ലോൺ അടയ്ക്കണമായിരുന്നു. ഞാൻ ലോൺ അടച്ചുകൊണ്ടിരുന്നത് 6000 രൂപ ലോൺ അടച്ചിട്ടുണ്ട്. 6000 ലോൺ അടച്ചുകൊണ്ട് 3000 രൂപ ആടിനെ വിറ്റപ്പോൾ ഞാൻ ഇത് വാങ്ങി. ഈ ആരുടെ അണ്ണാച്ചിമാരുടെ 5000 രൂപ എത്ര പേരുടെ വാങ്ങിച്ചിട്ടുണ്ട്? ഞാൻ ഒരാടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. 2 പേരുടെ 2500 ഒരെണ്ണാച്ചിയുടെ ഒരെണ്ണാച്ചിയുടെ 5000 രൂപ. അതൊക്കെ ഞാൻ അടച്ചോളാം. ഞാൻ മേടിച്ചോളാം. അവരുടെ പറഞ്ഞ് വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾ അടയ്ക്കുന്നു. ലോൺ ഏത് ലോൺ അടയ്ക്കണം? നിങ്ങൾ ഏത് ഏറ്റെടുക്കും? വേണം ലോൺ മേടിച്ച പൈസ ഒന്നും എൻ്റെ അടുത്ത് പറയാം. സ്വന്തം ഇഷ്ടപ്രകാരം മേടിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം വീടിന് വേണ്ടി ജീവിച്ച അവക്കടെ വീടിന് വേണ്ടി ജീവിച്ചതാണ്. എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കത്തില്ല. ആർക്കും കൊടുക്കട്ടോ എത്ര രൂപ മേടിച്ചൊന്നും ഒന്നും എൻ്റെ അടുത്ത് പറയത്തില്ല. ആടിനെ വാങ്ങിച്ച് നിങ്ങളും കൂടെ അറിഞ്ഞ് നിങ്ങൾ ആടിനെ എനിക്ക് തന്ന പൈസ ഞാൻ തിരിച്ച് വിറ്റോ അതേപോലെ കൊടുക്കുകയും ചെയ്തില്ല. എന്നിട്ടല്ലേ 3000 രൂപ വാങ്ങിയത് ഞാൻ. ആ ലോണിന് ഇനി എത്ര അടയ്ക്കാനുണ്ട്? 15000 രൂപ അടയ്ക്കാനുണ്ട്. ഇനി അടയ്ക്കാനുണ്ട്. അപ്പൊ അന്ന് 13,000 രൂപ വിറ്റ് തന്ന പൈസ 3000 രൂപ 12,000 പോയാൽ ബാക്കി 9,000 രൂപ അവരുടെ കിട്ടിയിട്ടുണ്ട്. ബാക്കി അവൾ സ്വർണ്ണമൊക്കെ പണം എടുത്താണ്. ഞാൻ മേടിച്ചിട്ടില്ല പൈസയൊന്നും. 1 രൂപ ഞാൻ വാങ്ങിയിട്ടില്ല. അവരുടെ സ്വർണ്ണം എന്തിനാ പണയം വെച്ചേ? എനിക്കറിയത്തില്ല. സ്വർണ്ണം പണയം വെച്ച് അവരുടെ സ്വർണ്ണം എന്തിനു വേണ്ടിട്ടാ പണയം വെച്ചേ? ഇവര് സ്വന്തം ഇഷ്ടപ്പെടാം. അവർ അമ്മയ്ക്കും അവർ ആങ്ങളയ്ക്കും വേണ്ടി ജീവിക്കുന്ന ഒരു പെണ്ണാണ്. അല്ല, ഈ സ്വർണ്ണം ഇവരുടെ സ്വർണ്ണം എന്തിനു വേണ്ടിയാ 10 പവൻ പണയം വെച്ചേ? 10 പവനില്ല, 5 പവനോളം വീടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചതാണ്. വീട് വെക്കാൻ വേണ്ടി വെച്ചു. ബാക്കി 5 പവനോ? 5 പവനും 3.5 പവൻ ആങ്ങളയ്ക്ക് കൊടുത്തു. ഇടയ്ക്ക് വെച്ച് ആങ്ങളുടെ പെണ്ണുമ്പോൾ പ്രസവത്തിനായപ്പോഴത്തേന് അങ്ങനെ ഒരു 2 പവനോളം സിസേറിയൻ സമയത്ത് കൊണ്ടുവന്ന കൊടുക്കാൻ പോവാന്ന് പറഞ്ഞായിരുന്നു. 10 പവനില് 5 പവനെ വീടിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. 3.5 പവന്റെ മാല എന്നാ കൊടുത്തില്ലേ സാർ? മാല പണയം വെച്ചു 30,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി പൈസ വീട് പണിക്ക് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഒരു കുഞ്ഞുങ്ങളുടെ പൈസ ബൈക്കും കൊണ്ട് ഇളമ്പല് വന്ന് അച്ചാച്ച വാങ്ങിച്ചതാ. ചെയ്തത് എന്റെ മോതിരം ഞാൻ പണയം വെച്ചാണ് മേടിച്ചത്. എന്റെ മോതിരം പണയം വെച്ചാണ് ഞാൻ പറയരുത് സാർ. ഞാൻ വാങ്ങിച്ച പൈസ ഞാൻ തിരിച്ചു. ഞാൻ ഒരു 7,000 രൂപ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതാണ് അടയ്ക്കും. 7,000 രൂപ ലോണിൽ തിരിച്ചടയ്ക്കും. മറ്റേ ആരെയും മേടിച്ച ഏതെങ്കിലും കൊടുക്കുക 1,00,000 രൂപ എന്താ ചെയ്യുന്നത്? ഞാൻ വസ്തു വിൽക്കാം. ഈ 3 സെന്റ് വസ്തു വിൽക്കാൻ പോവുകയാണ്. വിറ്റിട്ട് ആ വിറ്റിടുന്ന പൈസ അത് അവർക്ക് കൂടും. അത് വിറ്റ ശരിയാവില്ല മാഡം. ഞങ്ങൾ ഇപ്പൊ അവിടെയാണ് താമസിക്കുന്നത്. പെൺകുഞ്ഞാണ് മാഡം. ആ പെൺകുഞ്ഞ് അതിനകത്തൊരു കിണറുണ്ട് സാർ. ആ കിണർ പിന്നെ അമ്മ നമ്മൾ കുന്നുംപുറത്താണ്, നല്ലൊരു ഉയരം കൂടി കുന്നുംപുറത്ത് താമസിക്കുന്നത്. വേറെ കിണറൊന്നും കുഴിക്കാൻ പറ്റത്തില്ല. ആ കിണറിലെ വെള്ളം ഉപയോഗിക്കാനുള്ള അവകാശം അമ്മയ്ക്ക് കൊടുക്കണം. അല്ല, ആ കിണറും അതിനോട് ചേർന്ന് 1 സെന്റ് സ്ഥലമുണ്ട്. അതെനിക്ക് വേണം. വെള്ളം കോരാൻ 2 പേരെ വെള്ളം കോരാൻ നമ്മൾ നിയമപരമായി എഴുതി കൊടുക്കും. എനിക്ക് കിടക്കണ്ടേ? ഞാൻ പിന്നെ എവിടെ പോയി കിടക്കും സാറേ? ഞാൻ എവിടെ പോയി കിടക്കും? വീട് സ്ഥലത്ത് കൊടുത്താൽ ഞാൻ എവിടെ പോയി കിടക്കും? 3 സെന്റാ? 4 സെന്റോളം വരും. 4 സെന്റ്. ഞാൻ എവിടെ പോയി കിടക്കും? സന്തോഷം എത്ര വേണമെന്ന് പറഞ്ഞ? നീളത്തിലുള്ള സെന്റ് 1 സെന്റാണോ ഉദ്ദേശിച്ചത്? എനിക്ക് 1 സെന്റ് മതി. അന്നേരം 3 സെന്റും ആ വീടും കൂടെ എഴുതി തന്നാ മതിയോ? മക്കളുടെ മോളുടെ പേരില്, കുഞ്ഞിന്റെ പേര് എഴുതി. കുഞ്ഞിന്റെ പേരില് മതിയല്ല? 1 സെന്റ് സ്ഥലവും ഇവർക്ക് ആ വീടിരിക്കുന്ന ഭാഗം കുറച്ചേ ഉള്ളൂ. വീടിരിക്കുന്നതും അങ്ങോട്ട് ഇറങ്ങാനുള്ള കുറച്ച് ഇവർക്ക് കൊടുക്കാം. എനിക്ക് 1.5 ബാക്കിയുള്ളത് എനിക്കും എടുക്കാം. അപ്പൊ എനിക്ക് വീട് ചെറിയ വീടോ അല്ലെങ്കിൽ എനിക്കൊന്ന് വെക്കണം, എനിക്കൊന്ന് കിടക്കണ്ടേ? ഇനിയിപ്പോ കുടുംബ വീട്ടിൽ പോകാൻ പറ്റില്ല. അവിടെ വേറെ സ്ഥലമില്ല. അവിടെയും ഇനി 5 സെന്റോളേ ഉള്ളൂ. അവിടെ പോയി കിടക്കാൻ പറ്റത്തില്ല. അവരെ തന്നതായിപ്പോ ഞാൻ എന്റെ കുഞ്ഞിന് കൊടുക്കുന്നത്. പിന്നെ ഞാൻ വെളിയിലായി പോകും. ഇല്ല, അങ്ങനെ നിങ്ങൾക്കൊന്നും ഇല്ലാതെ നിങ്ങൾ കൊടുക്കണ്ട. പക്ഷെ ഈ കൊടുക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയാണെന്നും വിചാരിച്ചു. എന്റെ കുഞ്ഞിന്. അപ്പൊ മൊത്തം 3.5 സെന്റ് ചെയ്തിട്ടുള്ളത് 5 സെന്റ് ഇല്ലേ? സാറേ അളന്ന് നോക്കണം. അതാ പറഞ്ഞ ഉദ്ദേശം പറഞ്ഞത്. അതാ അളവ് നോക്കിയിട്ട് ചെയ്താൽ മതി. അതിലിപ്പോ ആ പിന്നെ 1.5 സെന്റ് ഒഴിച്ചിട്ട് ബാക്കി 3 ഉണ്ടെങ്കിൽ 5 സെന്റ് ഉണ്ടെങ്കിൽ 3.5 സെന്റും വീടും കൂടെ ചേർക്കുക. എന്റെ കുഞ്ഞിന് എത്ര ഉണ്ടെങ്കിലും കുഞ്ഞിനെ കൊടുത്താൽ മതി. നിങ്ങൾ കുഞ്ഞിന് കൊടുത്താൽ മതി. എന്നിട്ട് ആ കിണറിന്റെ ഉപയോഗം നിയമപരമായിട്ട് ഇവർക്ക് എന്റെ അമ്മയ്ക്കൂടെ കോരാനുള്ള അതാ പറഞ്ഞ കിണറിന്റെ ഉപയോഗം അവരും കൂടെ ഉപയോഗിക്കത്തക്ക രീതിയിൽ ആ 1.5 സെന്റ് നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് മാറ്റി വെച്ചാൽ തന്നെയും അതിൽ നിൽക്കുന്ന കിണറിൽ നിന്ന് വെള്ളം കോരാൻ ആജീവനാന്തം അവർക്ക് അവകാശം കൊടുക്കണം. ഉണ്ട്. എത്ര ഈ സെന്റ്? എന്തായാലും 3 സെന്റ് അവർക്ക് ഞാൻ കൊടുത്തിരിക്കും. കൺഫേം. ആ വീട് 3 സെന്റ് എന്റെ കുഞ്ഞിന് മതിയല്ലേ? 3.5 സെന്റ് വീടും കുഞ്ഞിന്റെ പേരില്. പിന്നെ കുഞ്ഞിന്റെ ഇവരെയും ചെലവിനെങ്ങനെ? ചെലവ് ഞാൻ കൊടുത്തോളാം. എത്ര രൂപ വെച്ച് വേണം? മാസം 6,000 എന്നെ കൊണ്ട് നടക്കത്തില്ല. ജോലി ആയതിനു ശേഷം ഒരു കുട്ടിയെ വളർത്തണ്ടേ? അത് കുട്ടി ഞാൻ അല്ലെങ്കിൽ കുട്ടിയുടെ ആവശ്യമില്ല. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കുട്ടിക്ക് എന്ത് ആവശ്യമുള്ള ഞാൻ ചെയ്തു കൊടുക്കും. അത് പറയാം. ഫോൺ ഞാൻ അടുത്തല്ലേ താമസിക്കുന്നത്, മേളിലല്ലേ താമസിക്കുന്നത്. കുട്ടി ആശുപത്രി കൊണ്ടുപോകാൻ പറയണം, അല്ലെങ്കിൽ കുട്ടിക്ക് വേണം. അത് ചെയ്തോളൂ. അത് നല്ല കാര്യം തന്നെ. ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. പിന്നെ വേറെ ആരാ ഇത് ചെയ്യുന്നത്? അതാ ചോദിച്ചത്. സന്തോഷം എന്തായാലും ഒരു എമൗണ്ട് ആവശ്യമാണ്. 2,000 കൊടുക്കാം. 2,000 കൊടുത്തോണ്ടിരിക്കാം.
3 മാസം സാർ 2000 3 മാസമേ 2000 വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ കൊടുത്തോളാം 4000 വെച്ച്. ആദ്യമേ 2000 കൊടുക്കുക 3 മാസം വരെ, പിന്നെ അതിന് ശേഷം 5000 വെച്ച്, അതായത് പിന്നെ 3000 അവർക്ക് 2000 കൊച്ചിന്. എന്താ അങ്ങനെ ഒരു വ്യവസ്ഥ വയ്ക്കും. കൊച്ചിനെ ആശുപത്രി പോകേണ്ടി വന്നാൽ ഇതിലും കൂടുതലോ. അപ്പൊ അത് 5000 എന്ന് പറയുന്നത് ഒരു കൂടുതലൊന്നും അല്ല. തുടരുന്നതിനെ സംബന്ധിച്ച് എന്താ അഭിപ്രായം? തുടരണോന്നോ അതോ വേർപെടുത്തണമെന്നാണോ? കുറച്ചൊരു 3 മാസം നിങ്ങൾക്കൊന്ന് സഹിച്ച് ഒന്ന് താമസിച്ച് നോക്കിക്കൂടെ? ഏത് കോടതി 6 മാസം ജീവിക്കുന്നത് ചിലപ്പോ സ്നേഹിച്ചങ്ങ് ജീവിച്ചു പോയാൽ അറിയാൻ പറ്റത്തില്ല. അടുത്തല്ലേ ജീവിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വ്യവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് സന്തോഷം. നിങ്ങളിപ്പോ രണ്ടുപേർക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളെ ഒരു നിർദ്ദേശം അനുസരിച്ച്, ഞങ്ങളെ ഒരു പിന്നെ നിർദ്ദേശം അനുസരിച്ച് ആ നിർദ്ദേശങ്ങൾ പറയാം. നിങ്ങൾ രണ്ടുപേരും ഒരു 3 മാസം ജീവിച്ചിട്ട് നല്ല നിലയിൽ പോകുന്നു രണ്ടു കൂട്ടർക്കും തീരുമാനിക്കുകയാണെങ്കിൽ തുടർന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടർന്നുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ തീരുമാനിച്ചു, അവിടെ വേർപെടുത്തിക്കോളൂ. തുടരുകയാണെങ്കിൽ ഇല്ല സാർ, എന്നാൽ ഞാൻ അന്യ സ്ത്രീയോട് ജീവിച്ചെന്നാണ് അവർ പറയുന്നത്. കാര്യമില്ല സന്തോഷം. അതിനകത്ത് എനിക്ക് കാര്യമുണ്ട്. അങ്ങനെ ഉണ്ടായിട്ട് വേറെ അവരോട് ജീവിക്കാൻ എനിക്ക് മനസ്സും കുറ്റബോധം. ശരി, അങ്ങനെയാണെങ്കിൽ വേണ്ട. അന്നേരം ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ളപ്പോൾ രണ്ടു കൂട്ടരും വേർപെടുത്താൻ പ്രത്യേക ഹർജി അവിടെ കുടുംബ കോടതി കൊടുക്കാം. അങ്ങനെ എഴുതിയേക്കാം. പുള്ളി തന്നെ വാങ്ങിച്ചെല്ലാം പണയം വെച്ചേക്കുന്നൊക്കെ സ്വർണ്ണങ്ങള്. അപ്പൊ അതിനു വേണ്ടിയല്ലേ വീട് എഴുതി തരുമെന്ന് പറഞ്ഞു. അതേപ്പം നടക്കുന്നു. അത് ചോദിച്ചപ്പോഴാണ് വീട് എഴുതി തരാമെന്ന് പറഞ്ഞു. വീടും 4000 രൂപ മാസം എല്ലാം കൂടെ പുള്ളിയെ കൊണ്ട് നടക്കത്തില്ല. അതിനുമല്ല, ഈ സ്വർണത്തിന്റെ കാര്യവും പിന്നെ 1 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അയാളുടെ പേരുള്ള വസ്തു എഴുതി തരാമെന്ന് പറഞ്ഞത്. കുഞ്ഞിന്റെ പേരിൽ പ്രമാണം. ഏത് പ്രമാണം? ഈ വസ്തുവിന്റെ പ്രമാണം ആരുടെ കയ്യിൽ വെച്ചിട്ട് പൈസ പുള്ളി മേടിച്ചിട്ടുണ്ട്. പ്രമാണം പുള്ളിയുടെ കയ്യിൽ. വീടിന്റെ പണിക്കൊക്കെ മേടിച്ചതാണ്. വീടിന്റെ പണിക്കല്ല, 15000 രൂപ. അതിന്റെ ബാധ്യത അദ്ദേഹം തന്നെ തീർക്കേണ്ടി വരും കുറേശ്ശായിട്ട്. അല്ല, അത് പ്രമാണമില്ലെങ്കിൽ ഇവർക്ക് വസ്തു എഴുതി കൊടുക്കുന്നത് കൊച്ചിനെ വേണ്ടി എഴുതുന്നതിന് യാതൊരു തടസ്സം. അല്ല, എഴുതുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ബാധ്യത അവരെ ബാധിക്കത്തില്ല. ആ പുള്ളി പൈസക്ക് അല്ല, വീട്ടിൽ തിരക്കി വന്നു. പ്രമാണത്തിനകത്ത് അവകാശം വരണമെങ്കിൽ ആ ബാധ്യത തീർത്തല്ലേ. പ്രമാണ പൈസ കൊടുത്തിട്ടില്ല സാർ. രസീത് കൊടുത്തിട്ടില്ല. ഇല്ല, പ്രമാണം കയ്യിൽ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ, അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അത് അവരെന്തെങ്കിലും രേഖ ഒന്നുമില്ല. രേഖ ഉണ്ടാക്കാൻ ഞാൻ ഒരു മുത്തപത്രം പോലും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തിട്ടില്ല. വെറുതെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും എഴുതാം. അത് പിന്നെ പ്രമാണത്തിന്റെ ബാധ്യത തീർത്ത് തിരിച്ചേൽപ്പിച്ചു കൊള്ളാം. പിന്നെ ഈ പുറമ്പോക്കോ അല്ലെങ്കിൽ പതിവ് ഉൾപ്പെടെയുള്ള 5 സെന്റും പിന്നെ സന്തോഷിന്റെ പേര് തന്നെയാണ്. അമ്മ കാലശേഷം എഴുതി തന്നേക്കുന്നതാണ്. അമ്മയുടെ കാലശേഷമാണ് എനിക്ക് ഒന്ന് ചേർത്തോളൂ. 5. അതും പ്രശ്നമാണ്. അല്ല, അത് അമ്മ ഒപ്പിട്ട് കൊടുത്താ അതിപ്പോ അവരുടെ കുഞ്ഞിനെ എഴുതി കൊടുത്താൽ പോരെ? അമ്മ ഇപ്പൊ സമ്മതിച്ചാ പോരെ? അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചു. അമ്മ ഇപ്പൊ എന്റെ കുഞ്ഞിനും വേണ്ട അമ്മ ഒപ്പിട്ട് കൊടുത്താൽ തീർന്നല്ലോ വിഷയം അവിടെ. ഇപ്പൊ നിങ്ങൾ ഈ വിവാഹമോചനം നടത്തി മാത്രമല്ല നിങ്ങൾക്ക് പിരിഞ്ഞു നിൽക്കാൻ പറ്റുന്നത്. ഇപ്പം നിലവിലുള്ള പുതിയ ഗാർഹിക പീഡന നിയമപ്രകാരം നിങ്ങൾക്ക് വിവാഹമോചിതരാകാതെ തന്നെ കുറച്ച് നാൾ മാറി നിൽക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ മാറി നിൽക്കുമ്പോൾ ആ കാലയളവിൽ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനംമാറ്റം ഉണ്ടാകാം. ഈ അവസരത്തിൽ കൂടിയും നിങ്ങൾക്ക് ചിലവിന് ചോദിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോടതി വഴി നേടാം. സാറ് പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങളെല്ലാം തന്നെ നടത്താൻ സാധിക്കും ഗാർഹിക പീഡനം വഴി കേസ് പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വിവാഹമോചനത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ ഒരു 1, 2, 3 വർഷം നിങ്ങൾക്ക് മാറി നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും വേണമെങ്കിൽ യോജിക്കാൻ നിങ്ങളുടെ ഒരു അപേക്ഷ മാത്രം മതിയാകും കോടതിയിൽ. അതൊന്ന് 2 പേർക്കും ചിന്തിച്ചുകൂടെ? എത്രയും പെട്ടെന്ന് നിങ്ങൾ വിവാഹമോചനം 2 പേരും കൂടെ കൂട്ടിച്ചേർന്ന് നടത്തി മാറാതെ കുഞ്ഞിൻ്റെ ഭാവിയെ കരുതി കുഞ്ഞിൻ്റെ നന്മയെ കരുതി കുറച്ച് നാളൊന്ന് മാറി നിന്ന് നോക്കൂ. ചിലപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മാറും അല്ലേ? 2 പേരുടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചും കൂടി ഒന്ന് ചിന്തിക്കുക. ബാക്കിയെല്ലാം സാറ് പറഞ്ഞതുപോലെ തന്നെ നിയമവശങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അവരുടെ വരുമാന പരിധി കണക്കിലെടുത്ത് സൗജന്യ നിയമസഹായം കിട്ടും കേട്ടോ. ഇപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ തന്നെ എനിക്കും അതാ പറയാനുള്ളത്. ഇപ്പം സന്തോഷ് ഇവിടെ വന്നിരുന്നപ്പോൾ തൊട്ട് വളരെ ആധികാരികമായിട്ട് നീ മിണ്ടരുത്, നമ്മൾ വളരെ ആധികാരികമായിട്ട്, ആ ആധികാരികം എന്നുള്ളത് ശരിക്കും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവിന് ഭാര്യയെടുത്ത് മാത്രമല്ല ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇതിൻ്റെ ഉറപ്പില്ലാത്തൊരു ബന്ധത്തിൽ ഇങ്ങനെ യാതൊരു അധികാരവും കാണില്ല. അധികാരവും സ്നേഹവും ഒന്നും അതിനൊരു നിലനിൽപ്പില്ല. എപ്പം വേണമെങ്കിലും പോകാം. അപ്പം നമ്മുടെ കയ്യിലുള്ളതിനെ നഷ്ടപ്പെടുത്താതിരിക്കുക. പിന്നെ അതിന് കുറേ പക്വതയില്ലായ്മ ഉണ്ട്. അതിന് ഒരു പരിധി വരെ അല്ല, കുറച്ച് കൂടുതൽ അമ്മയെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. ഇപ്പോൾ അമ്മയും വന്നിരുന്നപ്പോൾ സംബോധന ചെയ്ത മകളെ കുഞ്ഞിനെയൊന്നും കല്യാണം കഴിപ്പിക്കരുത്. കല്യാണം കഴിക്കാൻ പാകമായ മകളെ കല്യാണം കഴിപ്പിക്കാവൂ. കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ ഭാര്യയും ഭർത്താവും ജീവിക്കട്ടെ. പെണ്ണിൻ്റെ അമ്മയും ചെറുക്കൻ്റെ അമ്മയും ഒന്നും അത് കണ്ട്
നിൽക്കുക, അത് കണ്ട് അവരുടെ ജീവിതം കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ്. അതിനൊരു അവസരം കൊടുക്കുക. അല്ലാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ മോളെ പുറകെ ഇങ്ങനെ മൊബൈലും കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനിയെങ്കിലും ജിത്തുവിന് അങ്ങനൊരു പക്വത ഉണ്ടാക്കിയെടുക്കണം. കാരണം ജിത്തുവിൻ്റെ പക്വത ഇല്ലായ്മ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയത്. ഭർത്താവിന് അങ്ങനെ ഒരു സ്ത്രീയോട് താല്പര്യം ഉണ്ടെന്ന് മനസ്സിലെങ്കിലും തോന്നിയാൽ ഒരു ഭാര്യ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. മനസ്സിലായോ? അപ്പം ഭാര്യ അതങ്ങ് വളരെ ഇല്ല, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ല ഇപ്പോഴത്തെ സീരിയലിൽ കാണുന്ന പോലെ അങ്ങനെ ഒരു ദുഃഖ കഥാപാത്രം അങ്ങനെയൊന്നും സ്ത്രീകൾ വരാൻ പാടില്ല. ജിത്തുവിൻ്റെ ആ ഒരു സ്റ്റാൻഡ് ശരിക്കും പറഞ്ഞാൽ അമ്മ സൃഷ്ടിച്ചെടുത്തതാണ്. കുഞ്ഞല്ല അവളൊരു കുഞ്ഞിൻ്റെ അമ്മയായി, അവളൊരു ഭാര്യയായി. അപ്പം അതിനുള്ള പക്വത അവൾ കാണിക്കണം. അതെങ്ങനെ കാണിക്കേണ്ടത്? അത് അമ്മയാണ് ഉണ്ടാക്കിയെടുത്ത് കൊടുക്കണം. എന്നിട്ട് മാത്രമേ പെൺമക്കളെ കെട്ടിച്ചു വിടാവൂ. പല പല കേസിലും ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് തോന്നുന്നത്. ഇനിയെങ്കിലും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു താലിയൊക്കെ വെറുതെ കെട്ടുന്നതല്ല, നിങ്ങൾക്ക് ഇത് വെറുതെ കെട്ടുന്നതല്ല. അതിനൊരു ഉറപ്പുണ്ട്. പരസ്പരം അധികാരം കാണിക്കാനും സ്നേഹം കാണിക്കാനും ഒക്കെയുള്ള ഒരു ഉറപ്പാണ്. അത് മറ്റൊരു ബന്ധത്തിലും കാണത്തില്ല. അതെപ്പം വേണമെങ്കിലും പോവാം. അങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടെ ആളുണ്ടാവണമെന്നില്ല. അവരും ചെറുപ്പമാണ്. പിന്നെ കുഞ്ഞ് വലിയോരം കൊണ്ട് നമ്മൾ അപ്പ അച്ഛ എന്നൊക്കെ വിളിപ്പിച്ചിട്ട് കാര്യമില്ല. സ്വന്തം കുഞ്ഞ് വിളിക്കുമ്പോഴേ അതിനൊരു ഉള്ളിന്ന് പറഞ്ഞ വിളിയാവും അല്ലേ? അല്ലാതെ ചുമ്മാ വെറുതെ വഴി കൂടെ പോകുന്നവരൊക്കെ കയറി അപ്പ പപ്പ എന്നൊക്കെ വിളിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ സന്തോഷിനും കുറേ പക്വത ഇല്ലായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും നന്നായിട്ട് ആലോചിക്കുക. അമ്മയല്ല, ആയുഷ്കാലം കൂടെ വരേണ്ടത് ഭർത്താവാണ്, കുഞ്ഞിൻ്റെ അച്ഛനാണ്. അപ്പോൾ നന്നായിട്ട് ആലോചിക്കുക, എന്നിട്ട് ഒരുമിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. നമ്മൾ ഇപ്പോൾ ജിത്തുവിൻ്റെ പരാതിയുടെ പേരിലാണ് ഇത് തുടങ്ങിയതെങ്കിലും പിന്നീട് സന്തോഷ് വന്നു, ജിത്തുവിൻ്റെ അമ്മ വന്നു, എല്ലാവരുമായിട്ടും സംസാരിച്ചു. എല്ലാവരും വെച്ച് നിൽക്കുന്ന ഒരു കാര്യത്തിലേ ഉള്ളൂ. സന്തോഷിൻ്റെ നാട്ടിൽ പാട്ടായ ഒരു അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ തകർന്നു നിൽക്കുന്ന ഒരു ദാമ്പത്യം, അതിനൊരു പരിഹാരമായിട്ട് സന്തോഷ് സമ്മതിക്കും എന്നാണ് ഞങ്ങളെല്ലാവരും കരുതിയത്. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ വാശിയും ദേഷ്യവും മനുഷ്യനെ ഒരിക്കലും ഒരിടത്തും എത്തിച്ചിട്ടില്ല എന്നുള്ളത് നല്ലവണ്ണം എടുത്തു പറഞ്ഞിട്ടും സന്തോഷ് ഒരു നല്ലൊരു അവസാനത്തിലേക്ക് എത്തിച്ചില്ല. ഇവിടെ ഒരു തീർപ്പ് അതുകൊണ്ട് കൊടുക്കാനും പറ്റുന്നില്ല. ഒരു തരത്തിലുള്ള വ്യവസ്ഥകളും അവരുടെ കുഞ്ഞിൻ്റെ ചെലവിനോ അവരുടെ ചെലവുകളോ അവർ ആവശ്യപ്പെടുന്ന മറ്റു കാര്യങ്ങളോ ഒന്നിനും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ സന്തോഷ് എത്തിച്ചു എന്ന് വേണം പറയാൻ. അവർ നിങ്ങളുടെ തന്നെ നാട്ടിലുള്ള മധ്യസ്ഥരും പള്ളിക്കാരും അങ്ങനെയുള്ള പല ഇതിനകത്തുനിന്ന് കൈയൊഴിഞ്ഞ കേസാണ്. ഇത് ഏറ്റവും ഒടുവിലാണ് ഇവിടെ എത്തിയത്. ഇവിടെയും സന്തോഷിൻ്റെ വാശിപ്പുറത്ത് തന്നെ നിന്നു. നാളെ തീർച്ചയായിട്ടും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് സന്തോഷം മനസ്സിലാക്കും എന്ന് തന്നെയാണ് വിശ്വാസം. മനസ്സിലാക്കി വീണ്ടും വരും. ഇവിടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതിയിലോ ഇവരെ നമുക്ക് കാണാൻ സാധിക്കും. ജിത്തു കോംപ്രമൈസ് ചെയ്ത് വീണ്ടും സന്തോഷിനൊപ്പം ജീവിക്കാൻ തയ്യാറായാണ് ഇവിടെ വന്നത്. അവരുടെ ഒരാവശ്യം ഉണ്ടായിരുന്നുള്ളൂ, ഈ ബന്ധത്തിൽ നിന്ന് അയാൾ മോചിതനാകണം എന്നുള്ള കാര്യം. അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ അയാൾ തയ്യാറായിട്ടുമില്ല. എന്തായാലും നമുക്കിവിടെ വെച്ച് നിർത്താതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് നിർത്തുകയാണ്. ശുഭപ്രതീക്ഷയോടെ വീണ്ടും ജീവിതം സാക്ഷിയിലൂടെ കാണാം. നമസ്കാരം.